മോദിയുടെ ജുംലകളാൽ കെട്ടിപ്പൊക്കിയുള്ള എല്ലാം തകരുന്നതാണ് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അദാനിക്കും അംബാനിക്കും ഇന്ത്യൻ ജനതയെ കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്ത് കോടികൾ സമ്പാദിച്ച് കോടികൾ കൊള്ളയടിച്ചുണ്ടാക്കിയ വികസന പ്രഹസനങ്ങൾ എല്ലാം തന്നെ ഒറ്റ മഴയിൽ ഒലിച്ചു പോകുന്ന കാഴ്ചകൾ. റോഡുകൾ, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ, കെട്ടിടങ്ങൾ എന്നുവേണ്ട രാമക്ഷേത്രം വരെ തകർന്നു വീഴുന്നതോ ചോർന്നൊലിക്കുന്നതോ ആയ ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ നേർത്തെളിവുകൾ. ഏതാണ്ട് 8 മാസത്തിനു മുൻപ് മാത്രം മോദി ഉദ്ഘാടനം ചെയ്ത ഛത്രപതി ശിവജി മഹാരാജാവിന്റെ 35 അടി ഉയരമുള്ള പ്രതിമ ഒരു ചെറിയ കാറ്റിലും മഴയിലും പപ്പടം പോലെ പൊടിഞ്ഞു വീഴുന്ന സംഭവമാണ് മഹാരാഷ്ട്രയിൽ നിന്നും വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2023 ഡിസംബർ 4 മോദി അനാച്ഛാദനം ചെയ്തതാണ് രാജ്കോട്ട് ഫോർട്ടിലെ ഈ പ്രതിമ. ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിനേക്കാൾ മോദിക്ക് പ്രിയപ്പെട്ട പരിപാടിയാണല്ലോ പ്രതിമ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന്റെ ഉദ്ഘാടനത്തിന്റെ ചിത്രമാണ് ഇത്. അഴിമതിയുടെ അങ്ങേയറ്റം എന്നല്ലാതെ എന്തു പറയാൻ. മോദി കൈവയ്ക്കുന്നതെല്ലാം തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞത് 40-50 കിലോമീറ്റർ ശക്തിയുള്ള കാറ്റ് കാരണമാണ് തകർന്നു വീണത് എന്നാണ്. മോദിയുടെ ഇമേജിനെ തകർക്കാൻ കാറ്റ് ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നതിന് പിന്നിൽ സോറോസിന്റെയും അമേരിക്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈയാണെന്നുള്ളത് മന്ദഭക്തന്മാർക്ക് എല്ലാം ഉറപ്പാണ്. സോറോസിന്റെ പണത്തിന്റെ പിൻബലത്തിൽ രാഹുൽ ഗാന്ധിയും അമേരിക്കയും പ്രകൃതിയും ഒത്തുചേർന്ന് മോദിക്കെതിരെ ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ എല്ലാ മന്ദഭക്തന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. സാധാരണക്കാർക്ക് ആവശ്യമുള്ളത് നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൗകര്യങ്ങളുള്ള വൃത്തിയുള്ള ആശുപത്രികളും ശക്തമായ ഇൻഫ്രാസ്ട്രക്ചറുമാണ്, പ്രതിമകളല്ല. മോദിയുടെ 1000 വർഷത്തെ ദീർഘവീക്ഷണത്തിന്റെ ഒരു നേർത്തെളിവാണ് ഇതെന്ന് പറയാതെ വയ്യ. എന്നാൽ ഈ 40-50 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിൽ തകർന്നു വീണ പ്രതിമയുടെ അവശിഷ്ടങ്ങളിൽ നോക്കിയാൽ അറിയാം ഏത് കാരണത്താലാണ് ഇത് തകർന്നു വീണത് എന്ന്. പൊള്ളയായ ഉൾഭാഗവും തുരുമ്പിച്ച കുറെ കമ്പികളും ഒരു അലുമിനിയം ഫോയിലും വെച്ചാണ് ഇത് ഉണ്ടാക്കിയതെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ അവശിഷ്ടങ്ങൾ. യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത നിർമ്മിതി ഒന്ന് മാത്രമാണ് ഇതെല്ലാം ഇങ്ങനെ തകർന്നു വീഴാനുള്ള യഥാർത്ഥ കാരണം. മോദി ഉദ്ഘാടനം ചെയ്ത ഈ പ്രതിമ ഇങ്ങനെ പപ്പടം പോലെ പൊടിഞ്ഞു തകർന്നു വീണ അവസരത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 1957 നവംബർ 30 പ്രതാപ്ഗഡ് ഫോർട്ടിലെ ഏറ്റവും ഉയരമുള്ള പോയിന്റിൽ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത ഛത്രപതി ശിവജി മഹാരാജിന്റെ പടുകൂറ്റൻ പ്രതിമയാണ് ഇപ്പോഴും ഒരു അനക്കവുമില്ലാതെ നിൽക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത് 75 വർഷങ്ങൾക്ക് ശേഷവും ഇത്രയധികം കൊടുങ്കാറ്റുകൾക്കും പേമാരികൾക്ക് ശേഷവും ഒരു കുലുക്കവുമില്ലാതെയാണ് ഈ പ്രതിമ ഇന്നും അതേപടി നിൽക്കുന്നത്. അപ്പോൾ കാറ്റ് കാരണമാണ് 7 മാസം മുൻപ് പണിത ഈ പ്രതിമ തകർന്നു വീണത് എന്ന ന്യായീകരണ സംഖ്യകളുടെ ന്യായീകരണത്തിന് എന്ത് വിലയാണ് ഉള്ളതെന്ന് സാധാരണ ജനങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാവും. അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തിൽ അഴിമതിയുടെ മുകളിൽ പടുത്തുയർത്തിയ മോദിയുടെ വികസന പ്രഹസനങ്ങൾ ഓരോന്നായി തകർന്നു വീഴുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?